എവറിത്തിങ് ഹാപ്പൻ ടു ബി എ റീസൺ. എല്ലാത്തിനും ഒരു കാരണമുണ്ട്. മറ്റുള്ളവരും കൈനീട്ടാന്ന് ജീവിക്കുക എന്ന് പറയുന്ന അന്തസ്സാ. അതാണ് ഒരു മനുഷ്യന്റെ ബേസിക് നീഡ്. അവിടെ ഈ വന്ന് കിടന്നിട്ട് കനാലിലോ തോട്ടിലോ വന്ന് കിടന്നിട്ട് സംസാരിക്കും. എനിക്ക് അതിനോട് ഒറ്റ യോജി പാവങ്ങളാ, ഞങ്ങൾ പാവങ്ങളാന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ സമ്പന്നരുണ്ടെങ്കിൽ ഈ പറയുന്നോടെ ചേരികളിൽ മതിൽ കെട്ടി അടക്കേണ്ട അവസ്ഥ ഇന്ത്യയിൽ വരത്തില്ലായിരുന്നു. അത് അപ്പൊ ഇത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, നമ്മുടെ ഇല്ലായ്മയും ദാരിദ്ര്യം മനസ്സിലാക്കി ഇത് മനസ്സിലാക്കിക്കൊണ്ട് തിയേറ്ററിൽ പോയിട്ടില്ലെന്ന് പറഞ്ഞാൽ തന്നെ ബറോസിന്റെ ഒരു സിനിമയുടെ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടല്ലോ, ഇതെല്ലാവരും നോട്ട് ചെയ്ത് വെച്ചു. ഞാൻ പറയുമ്പോൾ എന്നെ ചീത്ത വിളി. ആളുകൾ തമ്മിൽ ഇപ്പൊ കമ്പാരിസൺ വരും. കേരളം മുഴുവൻ നടന്നിട്ട് 1600 കിലോമീറ്റർ നടന്നിട്ട് ഓരോ ചെടി വെച്ചു. ചെടി റിയാക്ഷൻ ചെയ്തില്ല. കുറച്ച് പേർക്ക് ഫുഡ് കൊണ്ട് കൊടുത്തു. ആരും റിയാക്ഷൻ ചെയ്ത് ഞാൻ കാണുന്നില്ല. എന്തെങ്കിലും ബന്ധം തിന്നാനില്ലാത്ത ഗതികെട്ട ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിനൊന്നും എന്നെ ആരും കണ്ടില്ല. അതിനൊന്നും എന്നെ ആരും അപ്രീഷിയേറ്റ് ചെയ്യത്തില്ല. നെഗറ്റിവിറ്റി ഇന്ന് നന്മ ആരുണ്ട് അവരുടെ നെഗറ്റിവിറ്റി നോക്കട്ടെ, വലിച്ചു കീറും. മീഡിയാസ് ആണെങ്കിലും അങ്ങനെ തന്നെ ആണല്ലോ. ആദ്യം പബ്ലിക് ഒപ്പീനിയനിലൂടെയാ വന്നതല്ലേ? ആദ്യം പബ്ലിക് ഒപ്പീനിയൻ അല്ല, അതിന് മുമ്പ് ഞാൻ ജിമ്മൊക്കെ നടത്തിയിട്ടുണ്ട്. ജിം ഉണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ ഹെൽത്ത് ടിപ്സ് കാര്യങ്ങളൊക്കെ പറയുന്നതോടെ തുടങ്ങിയത്. പിന്നെ അതിന്ന് ഓരോ മാറി പിന്നെ ഈ പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്നു. അതായത് ആളുകളുടെ അടുത്ത് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു എനർജി വരും. അത് നമുക്ക് ഭയങ്കര കാര്യം. പണ്ട് വരെ ഞാൻ +2 വരെ പഠിക്കുന്ന സമയത്ത് ഒരു ക്ലാസ്സിൽ പെമ്പിള്ളാരോട് പോലും മിണ്ടിയിട്ടില്ല. ഭയങ്കര ഒരു സംസാരിക്കാൻ ഷൈ, നമുക്ക് എന്തോ അറിയാം ഇന്റർവെർട്ട് എന്ന അത് അങ്ങനെ ആയിരിക്കും. ആമ്പിള്ളാർക്ക് കമ്പനി പെമ്പിള്ളാർ നാണക്കേടാ ഭയങ്കര. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹം പുറത്തിറങ്ങി സംസാരിക്കും, കൂടുതൽ പെമ്പിള്ളാരോടൊക്കെ സംസാരിക്കും. കാരണം അന്ന് നമുക്ക് ഒരു പരിഗണന തന്നിട്ടില്ല. പഠിക്കാനും അത്രയ്ക്ക് മിടുക്കല്ല, വീക്ക് ആയതുകൊണ്ട് തന്നെ ആരും നമ്മുടെ ഒന്നും മിണ്ടത്തൊന്നുമില്ല. അന്ന് ലാസ്റ്റ് ബെഞ്ചിലായിരുന്നു. പഠിക്കുന്ന പിള്ളേർക്ക് ഭയങ്കര പരിഗണന കിട്ടുമായിരുന്നു. ടീച്ചർമാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും പിള്ളേരുടെ ഭാഗത്തു നിന്നാണെങ്കിലും. നമ്മൾ ബാക്കിലായതുകൊണ്ട് കുറച്ച് ആമ്പിള്ളേർ നമ്മളെ പോലെ കുറച്ച് പേര് ബാക്ക് ബെഞ്ചസ് നമ്മുടെ കമ്പനി ഉണ്ടെന്നല്ല പെമ്പിള്ളാരും ഒന്നും ഉണ്ട്. കാരണം പെമ്പിള്ളാർ ഇവിടെ കൂടുതലല്ലേ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ പബ്ലിക് ഒപ്പീനിയൻ ചെയ്യാൻ എനിക്കൊരു നിഖിൽ റാം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനാണ്, എനിക്കൊന്ന് മലയാളത്തിൽ ആദ്യമായിട്ട് ചെയ്ത പുള്ളിയാണ് നിഖിൽ റാം. പുള്ളിക്കാരനാണ് എന്റെ ഗുരു എന്ന് വേണമെങ്കിൽ പറയാം. പുള്ളിയായിട്ട് ഞാൻ ഇവിടുന്ന് കൊച്ചി ട്രിവാൻഡ്രത്ത് കയറി ചെല്ലുന്നു. അവിടെ കനകക്കുന്നിലാണ് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം വരെ എനിക്ക് ഓർമ്മയുണ്ട്. ആമ്പിള്ളാരിൽ ഇഷ്ടമല്ലാത്ത കാര്യം എന്താണെന്ന്. ഇന്നിപ്പോ ചോദിക്കുന്ന ചോദ്യമല്ല, അന്ന് ഡബിൾ മീനിങ് അർത്ഥമൊന്നുമില്ല. അന്ന് റിയൽ ആയിട്ട് അവർ പറയുമായിരുന്നു. പബ്ലിക് എനിക്കൊന്ന് മലയാളത്തിൽ ആദ്യമായിട്ട് ഞങ്ങളൊക്കെയാണ് പബ്ലിക് ഒപ്പീനിയൻ തുടങ്ങിയത്. പിന്നെ അത് അതിനുശേഷം കൊറോണ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. പിന്നീടാണ് ഇപ്പൊ പലരും തുടങ്ങിയിട്ടുള്ളത്. ആദ്യം നിങ്ങളാണ് ഗുരു. ഞാനെന്ന് പറയാൻ പറ്റത്തില്ല. ഞങ്ങൾ ആ ടൈമിൽ ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പബ്ലിക് ഒപ്പീനിയൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ കൊറോണ വന്ന് നമ്മൾ വീട്ടിലിരിക്കേണ്ട അവസ്ഥ വന്നപ്പോഴത്തേക്കും അത് വിട്ടു. പിന്നീട് ഓരോരുത്തർ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ അത് കണ്ടന്റ് മാറ്റി കുറച്ച് സീരിയസ് കണ്ടന്റിലേക്ക് പോയി എന്നുള്ളതാണ്. പിന്നെയാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ തുടങ്ങി. അതിന് മുന്നേ ഞാൻ നോക്കട്ടെ, ബാക്ക് ബെഞ്ചേഴ്സ് എപ്പോഴും ബാക്കിലായവരെപ്പോഴും മുന്നിലോട്ട് വരുന്ന കേട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവരാണ് എന്താ പറയാ സമൂഹത്തിന്റെ ഉന്നതിയിലെത്തുക. അതിന്റെ ഒരു ഉദാഹരണമല്ല. ഞാൻ മനഃപൂർവ്വം ബാക്ക് ബെഞ്ചർ ഒന്നും ആയതൊന്നുമല്ല. നമുക്ക് പലപ്പോഴേ ഈ എല്ലാം ബാക്ക് ബെഞ്ചറും മിഡിൽ ബെഞ്ചറും ഫ്രണ്ട് ബെഞ്ചറും എല്ലാം കാണും സ്കൂളിൽ. പക്ഷെ ഒരു പരിധി വരെ അവിടുത്തെ ടീച്ചർമാർ നമ്മളെ ഒന്ന് പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിലേക്ക് വരാൻ പറ്റും. പക്ഷെ ഫ്രണ്ടിൽ ഇരിക്കുന്നവർക്ക് മാത്രം പരിഗണന കൊടുക്കുന്നു. നമുക്ക് ഈ 60 പിള്ളേർ ക്ലാസ്സിലുണ്ട്. 60 പിള്ളേർക്കും അമ്മയാണോ ഈ ടീച്ചർ? കുറച്ച് പേർക്ക് മാത്രം അവർക്ക് ഈസി ആയിട്ടുള്ള ടാസ്കിൽ മാത്രം അവർ ആ പിള്ളേരെ മാത്രം മെയിൻറ്റെയിൻ ചെയ്യുന്നു. ബാക്കിയുള്ളവരെ അവർ ഈ പാടാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പൊ പാട്ട് സമയത്തൊക്കെ മ്യൂസിക് ടീച്ചർ പാടുമ്പോൾ നമ്മൾ കൂടെ പാടുമ്പോൾ നമ്മൾ എടുത്തെടുത്ത് പാടിപ്പിക്കും. പക്ഷെ അവര് അപ്പോഴും നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രയോറിറ്റി കിട്ടുന്ന 2 തവണ പഠിപ്പിച്ചാൽ നമ്മൾ ക്ലിയർ ആവുകയാണെങ്കിൽ അവർക്ക് പ്രയോറിറ്റി കിട്ടുന്നവരെ അവര് അതാണ്. അതായത് അവർക്കൊന്ന് ആർക്കും അത്രയ്ക്ക് റിസ്ക് എടുക്കാനോ ടാസ്ക് ഒന്നും വയ്യ. അപ്പം നമ്മളങ്ങനെ ബാക്ക് ബെഞ്ചർ ആയാലും അഭിമാനമൊന്നുമില്ല. അതെന്തോ വലിയ നേട്ടമൊന്നും പറയുന്നില്ല. ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, ഇന്നത്തെ പിള്ളേരുടെ എനിക്ക് പറയാനുള്ളത് മാക്സിമം പഠിക്കണം, നല്ലോണം പഠിക്കുക. കാര്യം ഈ പഠിത്തം നമ്മളൊരു 10 +2 ഒക്കെ ആകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും പഠിക്കണ്ട. നമ്മൾ 10-20 വയസ്സ് കഴിയുമ്പോൾ നമ്മൾ അറിയാതെ പഠിക്കേണ്ടിയിരുന്നതായിരുന്നു എന്ന്. എനിക്കത് പഠിക്കാനൊന്നും പറ്റിയില്ല. എന്തുകൊണ്ടോ നമുക്ക് അന്ന് അവരൊന്നും സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല. ഒരു ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ നിന്ന് കിട്ടേണ്ട സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ടീച്ചർമാരുടെ ഭാഗത്തുനിന്ന് എനിക്കറിയത്തില്ല, ഒരു പരിധി വരെ സപ്പോർട്ട് ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ എല്ലാവരും പറയും നൊസ്റ്റാൾജി സ്കൂളാന്നൊക്കെ പറയും. എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ലാത്ത പോണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള സ്കൂളിലാണ്. കാര്യം എന്ന് പറഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, സ്കൂളെന്ന് പറയുന്ന ഓർമ്മയോ പഠനത്തോടുള്ള വെറുപ്പമല്ല. അവിടുന്ന് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പരിഗണന. ഞാൻ എന്റെ സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവൽ ഒരു സ്റ്റേജിൽ പോലും ഞാൻ കയറിയിട്ടില്ല. ഭയങ്കര ആഗ്രഹമുണ്ട് ഡാൻസ് കളിക്കണം, പാട്ട് പാടണം. നമ്മൾ എല്ലാവരും ഒന്നും എക്സ്ട്രാവർട്ടോ ആംബിവർട്ടോ അല്ലല്ലോ. ഇൻട്രോവർട്ടായിട്ടുള്ള പിള്ളേരെ അവരെ കൈ പിടിച്ച് മുന്നിലേക്ക് ടീച്ചേഴ്സ് കൊണ്ടുവരുമ്പോഴാണ് ഒരു പരിഗണന. അതില്ലാതപ്പോ നമുക്ക് പോയി പറയാനും അറിയത്തില്ല. നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അങ്ങനെ നമ്മൾ അന്ന് കുഞ്ഞു പിള്ളേരല്ലേ, 14-13 വയസ്സുള്ളപ്പോ നമുക്ക് ഇപ്പോഴാണ് നമ്മൾ ഇടിച്ചു കയറി എന്തിനും ചെയ്യും. അന്ന് അന്നൊന്നും സപ്പോർട്ട് ചെയ്ത് തരാൻ ഇല്ലാത്തപ്പോഴേ അന്ന് ഒരു ടീച്ചർമാരും സപ്പോർട്ട് ചെയ്യാത്ത ഒരാൾ ഇന്ന് ഈ നേട്ടങ്ങളൊക്കെ അതൊരു പക്ഷേ അതായിരിക്കും. അവരെന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചിലപ്പോൾ പഠിച്ചു വരലല്ല. ഞാൻ പഠിക്കുവായിരുന്നു ഉറപ്പായിട്ട് MBBS എഞ്ചിനീയറിംഗ് ഒക്കെ എടുത്ത് അവർക്ക് പോകത്തുള്ളൂ. ഒരിക്കലും ഇവിടെ നിൽക്കത്തില്ല. അത് ഇന്നത്തുള്ളടത്ത് പറയാനുള്ള ഇതെന്ന് പറയുന്നത് പഠിക്കണം, പഠിച്ചേ പോകാനുള്ളൂ. ഇതിൽ നിൽക്കരുത്. നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഓൾറെഡി ബിസിനസ് വേറെ വരുമാന മാർഗ്ഗം ഉള്ളതുകൊണ്ട് ഇത് എനിക്ക് പാഷനായിട്ട് കൊണ്ട് നടക്കാം. നമ്മുടെ പാഷനെ നമുക്ക് ഒരു പ്രൊഫഷനായിട്ട് വരുമാനം വന്നില്ല, അതുകൊണ്ട് ഒരു കാര്യമില്ല. ഈ നിൽക്കുന്നവരാരും പൊക്കിക്കൊണ്ടിരിക്കുന്നവരെ നമ്മൾ നിൽക്കത്തില്ല. നാളെ എല്ലാം ഇട്ടിട്ട് പോകും. നമ്മൾ എന്ത് ചെയ്യും? കൈയും കാലിട്ട് അടിക്കും. ഒരു കൈത്തൊഴിലോ കാര്യങ്ങളോ അറിയാതെ സോഷ്യൽ മീഡിയയിൽ ഇതിന് നമ്മൾ ഹൈപ്പിൽ പൊങ്ങി വരും. എന്റെ ലൈഫാണ് ഞാൻ പറയുന്നത്. യൂട്യൂബ് ഒരിക്കലും ഒരു
പാഷൻ ആയിട്ട് മാത്രം കാണുക, പ്രൊഫഷൻ ആക്കരുതെന്നാണ്. പ്രൊഫഷൻ ആക്കരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം അതിൽ നമുക്ക് ഇൻകം കിട്ടിയ ഹാപ്പിയാണ്. പക്ഷെ നമുക്കൊരു പ്രൊഫഷൻ വേറെ ഒരു ലൈഫ് ടൈം അതൊരു കൈത്തൊഴിലോ ഇല്ലെങ്കിൽ ഒരു വരുമാനമാർഗം ഒരു ഡിഗ്രി അത് നമുക്ക് വേണം. ഇത് നമുക്ക് എങ്ങനെയും ചെയ്യാം. ഒരു ക്യാമറയോ ഒരു ഫോണോ ഉണ്ട്, നമുക്ക് എവിടെ വേണമെന്ന് വേണം ചെയ്യാം. ഒരു കുക്കിംഗ് ചെയ്യണമെങ്കിൽ ആഴ്ച ഒരു ദിവസം 1 മണിക്കൂർ കിട്ടി നമുക്ക് ചെയ്യാം. നമുക്കൊരു DIY ചെയ്യണമെങ്കിൽ അതിന് ചെയ്യാം. നമ്മൾ അഭിപ്രായം പറയണമെങ്കിൽ ഒരു ഫോൺ ഉണ്ട്, അരമണിക്കൂർ മെനക്കെട്ടാൽ നമുക്ക് അത് ചെയ്യാം ഉറങ്ങുന്നതിന് മുമ്പ്. അപ്പൊ ഇതെല്ലാം നമുക്കത് പറ്റും. നമ്മുടെ പാഷനാണെന്നുണ്ടെങ്കിൽ. വർഷങ്ങൾ കഴിഞ്ഞു പോയാൽ പഠിക്കാൻ പറ്റില്ല. ഇല്ല, അത് നമുക്ക് ഇത് ഏത് പ്രായത്തിലും ചെയ്യാം. അമ്മാവനും കുഴിക്കാലിട്ടിരിക്കുന്ന അമ്മാനും അമ്മൂമ്മയ്ക്കും എല്ലാം ചെയ്യാം നമുക്ക് യൂട്യൂബ്. പക്ഷെ ആ സമയത്ത് പഠിക്കാൻ പറ്റുമായിരിക്കാം. പക്ഷെ അത് നമുക്ക് പ്രാവർത്തികമാക്കാനും നമുക്ക് ആ ഒരു പ്രൊഫഷനിലേക്ക് എത്താൻ പറ്റുമോ? ഇല്ല. നമ്മളിപ്പോ ഒരു പോലീസ് ആവണം, പട്ടാളം ആവണം, നമ്മൾ 50ാമത്തെ വയസ്സ് വിചാരിച്ച് നടക്കത്തില്ല. അത് ഈ 18-17 വയസ്സിൽ എഫേർട്ട് എടുക്കണം. ആ സമയത്ത് എവിടെയെങ്കിലും ഒക്കെ പോയി എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്തോണ്ടിരുന്നു കഴിഞ്ഞാലും. അതെ, അപ്പോ ശരിക്കും യൂട്യൂബ് ഒരു പാഷനാണ്. ഭയങ്കര പാഷനാണ്. വരുമാനം കിട്ടുന്നുണ്ട്, അതിൽ ഹാപ്പിയാ. അതിൽ വരുമാനം കിട്ടുന്നതിന് ഞാൻ എന്റെ കഴിവാന്ന് ഒരിക്കലും പറയത്തില്ല. ആളുകൾ ഓരോരുത്തരും എന്നെ വീഡിയോ കാണുന്നതിലൂടെയും നന്മയും തിന്മയും പറയുന്നുള്ളൂ എനിക്ക് കാശ് കിട്ടുന്നത്. അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ്. എനിക്ക് അതുകൊണ്ട് തന്നെ ഞാൻ ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ ആഹാരമൊക്കെ കൊടുത്തിട്ട് വീഡിയോ ഇട്ടാലും എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇവരുടെ കാശ് ഞാൻ കൊടുക്കുന്നത്. അപ്പൊ അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എനിക്ക് അതിൽ നിന്ന് ഞാനൊരു ഔദാര്യം കിട്ടുന്നു, ആളുകൾ കാണുന്നതിൽ നിന്ന് ഒരു ഔദാര്യം എനിക്ക് കിട്ടുന്നു. അതുകൊണ്ട് എനിക്ക് അഹങ്കരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് വേറെ വരുമാന മാർഗ്ഗം ഞാൻ കണ്ടെത്തിക്കണം. ഉണ്ട്, ബിസിനസ് ഉണ്ട്. എനിക്ക് വെഡിങ് കാർഡിന്റെ ഷോപ്പ് ഉണ്ട്. വെഡിങ് കാർഡ് കമ്പനി അല്ല കേട്ടോ, വെഡിങ് കാർഡിന്റെ ഷോപ്പ് ഉണ്ട്, പേപ്പേഴ്സിന്റെ സെയിൽ ഉണ്ട്. ജിം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല. പക്ഷേ ഹൈവേ വൈഡിങ്ങിന്റെ ഭാഗമായിട്ട് ജിമ്മ് പൊളിച്ചു. അപ്പൊ പൊളിച്ച് വിൽക്കേണ്ടി വന്നു പെട്ടെന്ന്. കാര്യം ഹൈവേ വൈഡാവുന്ന ഹൈവേ സൈഡിലായിരുന്നു. പിന്നെ ഭാവിയിൽ ആ കാര്യങ്ങളൊക്കെ വരണം. വെഡിങ് കാർഡ് ഷോപ്പ് ബിസിനസ് ആണ് ഇഷ്ടം എന്ന് പറഞ്ഞാല് ബിസിനസ് ഞാൻ പറഞ്ഞില്ലേ, പഠിക്കാൻ അത്ര മികവില്ലാത്തതുകൊണ്ട് എനിക്കൊരു ഗവൺമെന്റ് ജോലി അങ്ങനെ ഒരു ജോലിയിലേക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ ബിസിനസ്സിലേക്ക് വന്നു. അപ്പൊ അത് കൊണ്ടുപോകാൻ പറ്റും. കാരണം ബിസിനസ് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ചെയ്യാമല്ലോ. നമുക്ക് സ്വന്തമായിട്ട് ബിസിനസ് ആണ്, ഒരാൾക്ക് എനിക്ക് തൊഴിൽ കൊടുക്കാനും പറ്റുന്നുണ്ട്. എന്റെ ഒരു സ്റ്റാഫും ഉണ്ട്, സന്തോഷമായിട്ട് അത് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ അതൊരു വലിയ ഹാപ്പിയാണ്. പഠിക്കാൻ പറ്റിയില്ല എന്നുള്ളത് എപ്പോഴെങ്കിലും ജീവിതത്തിൽ റിഗ്രറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്, ഒരു നിരാശ പോലെ? അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. പഠിക്കാൻ പറ്റില്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാ. എനിക്കിതിൽ അറിയാം. എനിക്കിത് എഴുതി ഫലിപ്പിച്ച ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പറ്റുമെന്നുള്ളത് ഞാൻ പറയട്ടെ. +2 വേണ്ട, ഇനിയിപ്പോ ഞാൻ എന്റെ കഷ്ടകാലം പറഞ്ഞെന്ന് പറയും. അല്ലാണ്ട് അതിന്റെ ആവശ്യമില്ല. ഒരിക്കലും നമ്മുടെ ദാരിദ്ര്യമോ പട്ടിണിയോ വളർന്നു വന്ന അല്ല, നമ്മുടെ ദാരിദ്ര്യമോ പട്ടിണിയോ കഷ്ടതയോ പറഞ്ഞ് ഒരിക്കലും നമ്മൾ റീച്ച് ഉണ്ടാക്കരുത്. അത് ഏറ്റവും വലിയ വൃത്തികേട് നെറിയേടുക. അല്ല, അത് ഞാൻ ഒരിക്കലും അല്ല, ഇന്നത്തെ പിള്ളേരോട് ഞാൻ പഠിക്കണമെന്നേ പറയത്തുള്ളൂ. അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഒരിക്കലും കഷ്ടപ്പാട് ബുദ്ധിമുട്ടോ, നമ്മളൊരു ലെവലിൽ എത്തി, നമ്മള് ഞാനിപ്പോ അച്ചീവർ ആണ്, ഞാൻ ഇവർ എന്നാന്ന് പറയേണ്ട അറിയത്തില്ല, ഞാൻ വിന്നർ ആണ് എന്ന് പറയുന്ന സമയത്ത് എനിക്ക് പറയാം ഞാൻ ഇങ്ങനെയൊക്കെ വന്ന മക്കളെന്ന്. ഞാൻ അതിൽ എത്തിയെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വാസമില്ല. ഞാൻ അങ്ങനെ എത്തിയെന്ന് അവിടെ ഒന്നും എനിക്ക് പറയാം നിങ്ങൾ ഇങ്ങനെയൊക്കെ വന്നാൽ. അല്ലാതെ ഞാൻ അത് പറഞ്ഞുകൊണ്ട് അവിടെ എത്തുന്നതിൽ ഒരു അർത്ഥമില്ല. നമ്മളിപ്പം കാണുന്നവരെ എല്ലാ ഉന്നതിയിലെത്തിയവരും പുറകിലുള്ള കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ പറഞ്ഞിട്ടില്ലേ? അല്ല, ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മുടെ കലാമണി ആണെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടിൽ നിന്ന് വന്നേ. പക്ഷെ അയാളുടെ കയ്യിൽ ഒരു സാധനം ഉണ്ടായിരുന്നു, കലയുണ്ടായിരുന്നു, പാട്ടുണ്ടായിരുന്നു, അഭിനയം ഉണ്ടായിരുന്നു. IM വിജയൻ സാറ്, പുള്ളിക്കാരന്റെ കയ്യിൽ ഒരു കാൽപന്ത് മണ്ണിൽ ഉരുട്ടി അദ്ദേഹത്തിന്റെ കാലുകൊണ്ട് അദ്ദേഹം കളം തീർത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ എത്രത്തോളം കഷ്ടപ്പാടുണ്ടെങ്കിലും അപ്പുറത്തൊരു ഐറ്റോടെ ഉണ്ട്, ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട്. PT ഉഷയുടെ കയ്യിൽ കഷ്ടപ്പാടിൽ നിന്ന് ഒരു ക്രിയേറ്റിവിറ്റി അവിടെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് കഷ്ടപ്പാടും പാട് ദുരിതവും മാത്രം പറഞ്ഞ് പട്ടിണിയും മാത്രം പറഞ്ഞ് കിടക്കുന്നവർക്ക് കയ്യിലൊരു സാധനം ഇല്ലെങ്കിൽ എന്ത് കാര്യം? എനിക്കിത് മാത്രം മതി, എനിക്ക് വീട് വെച്ചതാ, ഇത് മാത്രം മതി, എനിക്ക് അത് വെച്ചതാന്ന് പറയുന്നത് എന്ത് ലോജിക്ക്? നമ്മളൊരു സാധനം വേണം, അതിനെ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ഇതൊന്നുമില്ല, വാടും ദുരിതവും പട്ടിണിയും പരിവട്ടം പറഞ്ഞ് നിന്നിട്ട് എന്ത് കാര്യം? ആളുകളുടെ കയ്യിൽ നിന്നും മറ്റുള്ളവർ കൊണ്ട് കൊടുക്കാനും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിൽ 143 കോടി ജനങ്ങളുണ്ട്. ഒരു വിദേശിയായിട്ടുള്ള ഒരു ആളിവിടെ വന്നപ്പോൾ, ഒരു ഭരണാധികാരി ഇവിടെ വന്നപ്പോഴത്തേനും ഇന്ത്യയുടെ ചേരികളിലൊന്നും വന്ന് ഈ പറയുന്നോട്ട് മതി കെട്ടി അടക്കേണ്ട അവസ്ഥ വന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യയിൽ എല്ലാവരും ഒന്നും സമ്പന്നരല്ല, ദരിദ്രരാ. ഈ ദരിദ്രെല്ലാം ക്യാമറയും പൊക്കി പിടിച്ചോണ്ട് ഞങ്ങൾക്ക് പാടും ദുരിതമാണ് പട്ടിണിയാന്ന് പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ആരെയൊക്കെ സഹായിക്കണം? ആരും വരുന്നില്ലല്ലോ. ഒരു അന്തസ്സുള്ള ഒരാൾ ഒരിക്കലും ഓരോ പാടും ദുരിതം പറഞ്ഞു വരത്തില്ല. പക്ഷെ അവരെ പറ്റി നമുക്ക് പറയാം, മറ്റുള്ളവർക്ക് ഒരു പ്രചോദനാവില്ല. ഇങ്ങനെ എന്ത് പാടും ദുരിതം പറഞ്ഞ പ്രയോജനം? ഡ്രീം ഉണ്ട്, നമുക്ക് അതിൽ എത്തിപ്പെടാൻ പറ്റുമോ ഇല്ലയോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, കഷ്ടപ്പെടുമ്പോഴാണ് നമ്മളവിടെ എത്തുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ബിൻഷ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും പലപ്പോഴും അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ എവിടെങ്കിലും എന്റെ പാടും ദുരിതവും എന്റെ കഷ്ടപ്പാടും ദയനീയതയും പറഞ്ഞ് എനിക്ക് വീഡിയോയുടെ മുമ്പിൽ വന്നിരിക്കാം, ഇങ്ങനെ കരഞ്ഞു വിളിച്ച് വന്നിരുന്നു എനിക്കത് തരണേ പറയാൻ നോക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് പറ്റുന്ന ഈ ഒരു ഇന്റർവ്യൂർ ആയിട്ടെങ്കിലും നിങ്ങൾ വരുമാനത്തിന് വേണ്ടി ആ തൊഴിലല്ലേ ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് കഷ്ടപ്പാടും എനിക്ക് പറയാൻ പറ്റത്തില്ലേ? അയ്യോ എനിക്കൊന്നുമില്ല, ഞാൻ ഇങ്ങനെ വന്നതാന്നേ. നിങ്ങൾക്ക് പറഞ്ഞുകൂടെ ഒന്നുമില്ല, എന്റെ വീട്ടിലൊന്നുമില്ല, ഞാൻ വല്ലുകാരൻ്റെ ജനിച്ചതല്ലേ, എന്താ പറയാത്തെ? നിങ്ങൾക്ക് അതിനുള്ള അന്തസ് നിങ്ങൾക്ക് അനുവദിക്കുന്നില്ല. അത് കെട്ടുകഴിഞ്ഞാൽ നമുക്ക് ഈ മറ്റൊരാളുടെ മുമ്പിൽ കൈതീട്ടാ ജീവിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്താ പറയാ, ഭാവിയിലേക്ക് അത് നമ്മൾ വലിയ ഉന്നതിയിൽ എത്തിയിട്ട് പറയുമ്പോഴാണ് അവിടെ ഒരു അത് സക്സസ് ആവുന്നത്. ഇപ്പൊ തന്നെ അങ്ങനെ ഒരു ലെവലിൽ എത്തി എന്നിട്ട് ഞാൻ എന്തൊക്കെയോ വലിയ അച്ചീവർ. അപ്പൊ ഞാൻ സാധാരണക്കാരാ, അപ്പൊ ഞാൻ അങ്ങനെ ഒന്നും പറയുന്നതിൽ കാര്യമില്ല. പക്ഷെ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. അന്നത്തെ കാലത്ത് എനിക്ക് പഠിക്കാൻ പറ്റില്ല. ഇപ്പോഴും ഞാൻ പഠിച്ച കാര്യങ്ങൾ എനിക്ക് ഹാപ്പിയാണ്. പക്ഷെ അത് എഴുതി ഫലിപ്പിച്ച് നമുക്ക് അവിടെ കൊണ്ടുവന്ന് അത് എല്ലാവർക്കും പറ്റണം. ചിലപ്പോൾ അറിവ് കാണും, വിവേകം കാണും. പക്ഷെ അതിനെ നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കുന്ന രീതിയിലേക്ക് എത്താൻ ഞാൻ +2 വരെ പഠിച്ചതിന് ശേഷം എനിക്ക് +2 സ്കൂളിലായിരുന്നു പഠിച്ചത്. +2 2017 പഠിച്ചത്. അപ്പോഴത്തേക്കിനും അത് കഴിഞ്ഞിട്ട്
ഞാൻ പറഞ്ഞില്ലേ അത് കഴിഞ്ഞിട്ട് ഞാൻ പോളിടെക്നിക്കിനാണ് പോകുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ പ്ലസ് 2 തോറ്റു എന്നുള്ള വിചാരിച്ചിട്ട് പോളിടെക്നിക്ക് പോയി ചേരുന്നത്. പക്ഷേ അതായത് അപ്പൊ അതാകുമ്പോഴത്തേക്കും പോളിടെക്നിക് കുറച്ച് വിഷമല്ലേ? അല്ല അത് ഞാൻ പറയട്ടെ, 10ാം ക്ലാസ്സിന് ക്വാളിഫിക്കേഷൻ മതിയല്ലോ പോളിടെക്നിക്കിൽ. അത് ഞാൻ കർണാടക യൂണിവേഴ്സിറ്റിയാണ് പഠിക്കുന്നത്. അപ്പോഴത്തേക്കിനും അതാകുമ്പോഴത്തേക്കും ഗുണമെന്ന് പറഞ്ഞാൽ ജയിച്ചു കഴിഞ്ഞാൽ പ്ലസ് 2 ജയിച്ച സെക്കൻഡ് ഇയറിലോട്ട് ഡയറക്റ്റ് കയറാം. തോറ്റു കഴിഞ്ഞാൽ അറിയത്തില്ല, പോളി അങ്ങ് പഠിക്കാമെന്ന് വിചാരിക്കും. പക്ഷേ ഞാൻ പ്ലസ് 2 ജയിച്ചു. അപ്പോഴത്തേക്കും ഞാൻ സെക്കൻഡ് ഇയർ കയറി 2 വർഷം കൊണ്ട് പോളി തീർത്തു. പിന്നീട് ബിസിനസ്സിലേക്കും കാര്യത്തിലേക്കും വന്നു. പിന്നെ ഞാൻ ഡിസ്റ്റന്റ് ആയിട്ടാണ് ബികോം എടുക്കുന്നത്. അപ്പോഴത്തേക്കും ഒരു ആവശ്യമായി, മനസ്സിലായോ? അത്രയും നാളെ നമുക്ക് ആവശ്യമില്ല. പക്ഷേ ആ ഒരു പ്രായമായപ്പോൾ എനിക്ക് ബോധം വന്നു. എനിക്ക് തോന്നുന്നു 10-23 വയസ്സായതിനു ശേഷമാണ് ഞാൻ ബികോം എടുക്കുന്നത്. അതിനുശേഷം ഞാനിപ്പോ അടുത്ത ഡിഗ്രി എടുക്കും. ഇനി എടുക്കും. ഇനിയിപ്പോ നമുക്ക് ഒരു ലെവലായി. എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ സത്യം പറയട്ടെ, ഇനി LLB എടുക്കണം. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ അതുപോലെ PG കാര്യങ്ങളൊക്കെ എടുക്കണം. എല്ലായിടത്തും അതാ പറയാനുള്ളത്. അതിന് പഠിക്കാൻ പ്രായമൊന്നുമില്ല. പക്ഷെ പഠിച്ച ഒരു രീതിയിൽ നമുക്ക് തൊഴിൽ കിട്ടാൻ ചിലപ്പോൾ ഒരു പ്രായം നമുക്ക് പ്രായം ഒരു മുൻഗണന ഉറപ്പായിട്ടും ഉണ്ട്. LLB ആണ് ഇഷ്ടം തോന്നി. അപ്പൊ പഠിക്കാൻ പ്രായം ഉണ്ടെന്ന് പറയുന്നവരുണ്ട്, ഇല്ലെന്ന് പറയുന്നവരുണ്ട്. പഠിക്കാൻ പ്രായമൊന്നുമില്ല. പക്ഷെ നമ്മളൊരു പഠിച്ചിട്ട് ഇപ്പൊ നമ്മള് ഒരു പഠിച്ച്, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, നമുക്ക് പട്ടാളത്തിൽ മിലിറ്ററി പോകണം, പോലീസിൽ പോകണം. പക്ഷെ നമുക്കൊരു 40 വയസ്സ് കഴിഞ്ഞാൽ കയറാൻ പറ്റത്തില്ലല്ലോ. 27 വയസ്സ് വരെ പറ്റത്തുള്ളൂ. ഞാൻ പോലീസിന്റെ ലിസ്റ്റിലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വേണമെങ്കിൽ അഹങ്കാരത്തോടെ, ഞാൻ വലിയ അഹങ്കാരിയായിട്ട് പറഞ്ഞു, ഞാനന്ന് എനിക്ക് കിട്ടിയില്ല. ഞാൻ ഫിസിക്കലി ഭയങ്കരമായിട്ട് ജിമ്മിൽ പോകുന്ന ആൾ വർക്ക്, പക്ഷെ എനിക്ക് കിട്ടിയില്ല. അപ്പൊ ഇതിൽ ലക്കൊക്കെ ഒരു ഭയങ്കര ഘടകമാണ്. പക്ഷെ അത് ഞാൻ ഒരു 35-40 വയസ്സിൽ ആഗ്രഹിച്ചാൽ എനിക്ക് ചെയ്യാനും പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഇന്ന ടൈമും ഉണ്ട് ഈ പഠിത്തത്തിന്. കിട്ടാതിരുന്ന അന്ന് ലിസ്റ്റിന്റെ കാര്യം, നമ്മുടെ നാട്ടിലെ ലിസ്റ്റിന്റെ കാര്യം അറിയാലോ. നമ്മളിപ്പോ അതിനകത്തുണ്ട്, ലിസ്റ്റിലുണ്ടെങ്കിലും മുൻഗണന അനുസരിച്ച് എടുക്കത്തുള്ളൂ. ബാക്കിയുള്ളവർ ഇപ്പൊ തന്നെ കുറെ പേര്, ഇപ്പൊ ഈ ലിസ്റ്റിലും കുറെ പേര് സമരമൊക്കെ ചെയ്ത് ക്യാൻസൽ ആയില്ലേ. തവക്കലത്ത് പോലല്ല, ദൈവം വെച്ചത് കിട്ടത്തുള്ളൂ. എന്താ പറയാ, എവറിത്തിങ് ഹാപ്പൻ ടു ബി എ റീസൺ. എല്ലാത്തിനും ഒരു കാരണമുണ്ട്. ഉറപ്പായിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുന്നതിന് ഒരു കാരണം ഉണ്ടായിരിക്കും. അതിലൊക്കെ ഹാപ്പി ആവും. നമ്മൾ തന്നതിൽ മേടിക്കുക. ദൈവം നിങ്ങൾക്ക് എന്താണ് കിട്ടിയത് അതിൽ ദൈവത്തോട് നന്ദി പറയുക. നിങ്ങൾക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്, കിട്ടേണ്ടത്, അതിൽ ദൈവത്തോട് നിങ്ങൾ പ്രതീക്ഷിക്കുക. ഉറപ്പായിട്ടും തരും. ദൈവത്തെ വിശ്വസിക്കുന്ന ദൈവം, ഇല്ലെങ്കിൽ അവർ പ്രകൃതി, അല്ലെങ്കിൽ അവരുടെ യുക്തി. അതങ്ങനെ നല്ല ദൈവവിശ്വാസിയാണ്. ഉറപ്പായിട്ടും എല്ലാ നോമ്പും ഇന്ന് നോമ്പ് എടുക്കണം. അത് നമ്മുടെ വിശ്വാസപരമായിട്ടുള്ളതാണ്. മറ്റുള്ളവർക്ക് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. പക്ഷെ അങ്ങനെ ആർക്കും നിർബന്ധമൊന്നുമില്ല. നോമ്പ് എടുക്കേണ്ടവർക്ക് എടുക്കാം. ഇവിടെ ഒന്നും പ്രശ്നമൊന്നുമില്ല. ദൈവം ഒന്നും ആരും നോക്കത്തൊന്നുമില്ല. നമ്മളൊന്നും വന്ന് വീട്ടിൽ നോക്കത്തില്ല, ഒന്നുമില്ല. നമുക്ക് എന്താ നോമ്പ് എടുത്ത് വീട്ടിൽ കയറുന്ന ഫുഡ് കഴിക്കാം, ആരും അറിയത്തില്ല. ഇത് നമ്മളൊരു മനസ്സിന്റെ ഒരു കാര്യമാണ്. മനസ്സിൽ കുഴപ്പം ദൈവവിശ്വാസം ഉള്ളപ്പോൾ ഞാൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അത് വലിയ കാര്യമൊന്നുമല്ല, വലിയ പറഞ്ഞു നടക്കേണ്ട കാര്യമില്ല. കാരണം ചെയ്യേണ്ടവർക്ക് ചെയ്യാം, ചെയ്യാണ്ടാത്തവർക്ക് ചെയ്യാതിരിക്കാം, അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ തന്നെ നോമ്പാന്ന് പറഞ്ഞ് വീട്ടിൽ തിന്നു, ആരും അറിയുന്നില്ലല്ലോ. അപ്പൊ എന്റെ മനസ്സിലാ കാര്യം, എല്ലാം നമ്മുടെ മനസ്സിലാ കാര്യം. നമ്മുടെ മനസ്സാക്ഷി, ഞാൻ പറഞ്ഞില്ല, എന്ത് ഇവിടെ നടക്കുന്ന എന്ത് കാര്യമാണെങ്കിലും നമ്മുടെ മനസാക്ഷി അതിന് നമുക്ക് കൂടെ ഇല്ലെങ്കിൽ ഒന്നുമില്ല. ഞാനിവിടെ ഈ ഒഴുക്കിനൊപ്പം നീന്തി കഴിഞ്ഞാൽ, പക്ഷെ ആ പറയുന്ന ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എനിക്ക് മനസാക്ഷി സാറ്റിസ്ഫൈഡ് ആക്കാൻ പറ്റിയില്ലെങ്കിൽ നാളെ സമൂഹം ചിലപ്പോൾ എന്റെ കൂടെ നിൽക്കുമായിരിക്കും. പക്ഷെ എന്റെ മനസാക്ഷി എനിക്കതില്ല. അതുകൊണ്ട് എന്തൊക്കെ തല പോകേണ്ടി വന്നാലും, ലോകം മൊത്തം എതിര് നിന്നാലും, നന്നേ നല്ല എതിര് നിന്നാലും, എന്റെ മനസാക്ഷി സപ്പോർട്ട് ചെയ്യുന്ന കാര്യം ഞാൻ നിൽക്കത്തുള്ളൂ. അത് ഞാൻ അതിന് വെടുത്തിയാടി പറയത്തൂല്ല. ഞാനൊരു ഗ്രഹം നടത്തും. ഇത്രയും നാൾ നമ്മൾ കുറെ മനസ്സിലാക്കി വെച്ച് ഗ്രഹണം നടത്തിയിട്ട് പലപ്പോഴും അത് പിന്നീട് എന്നെ തെറി പറയുന്നവരാണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും അതങ്ങനെ ഞാൻ പറഞ്ഞതാണ് ശരി വരാറുണ്ട്, വന്നിട്ടുണ്ട്. LLB ഇഷ്ടം സത്യം പറഞ്ഞാൽ LLB നന്നായിട്ട് ശോഭിക്കൂട്ടാ. ഇത്രയും വർത്താനം പറയുന്നല്ലേ ഇങ്ങനെ. LLBക്ക് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മള് ലോ പോയിന്റ്സ് ആ പറയണ്ട, സംസാരിക്കാൻ എല്ലാവർക്കും പറ്റും, ചുമ്മാരുത്. അല്ല എന്നാലും സംസാരിച്ചിട്ട് ഒരാളെ വീഴ്ത്താൻ പറ്റണ്ടേ. LLB പഠിച്ചിട്ട് അങ്ങനെയല്ല, സംസാരിക്കാതെ പലരും വീഴ്ത്തിയിട്ടുണ്ട്. LLB ഇല്ലാതെ എത്രയോ പേര് ഞാൻ വീഴ്ത്തിയിരിക്കുന്നു. അത് പിന്നീട് LLB കൂടി ഉണ്ടെങ്കിൽ നൈസ് ആയിരിക്കും. ആഗ്രഹം അത്രേ ഉള്ളൂ, അതിനിപ്പോ നോക്കണം. ശരിക്കും ഈ പഠിത്തത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ വിഷയം ഒന്ന് പറയാൻ തോന്നിയത്. ഈ കനാൽ ബോയ്സിന്റെ വിഷയം, ഒരു മന്തിയുടെ പേരിൽ കേരളത്തിൽ, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എന്താ നടക്കുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ ചിന്തിച്ചു പോയ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. അത് എടുത്തിട്ടത് അൽത്താഫൊക്കെയാണ്. അതെന്തായിരുന്നു ശരിക്കും? അല്ല, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എന്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്നത് എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, പാടും ദുരിതവും പട്ടിണിയും പറയാനാണെങ്കിൽ കേരളത്തിൽ എനിക്ക് തോന്നുന്നു സമ്പന്നരെക്കാട്ടി ദരിദ്രരുണ്ട്. ഞാനത് ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എനിക്ക് വന്നൊരു മെസ്സേജ് ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിക്കുന്നത്, അമ്മ സ്ട്രോക്ക് വന്ന് കിടക്കുക, പുള്ളിക്കാരന്റെ പാൻക്രിയാസോ മറ്റോ ഒരു അവയവം എടുത്ത് മാറ്റിയിട്ട് പുള്ളിക്കാരൻ മറ്റേ ഒരു നെറ്റിപ്പട്ടം വിറ്റാ ജീവിക്കുന്നത്, കൈ നീട്ടാൻ പോകുന്നില്ല. പുള്ളിയുടെ അവസ്ഥ വേണമെങ്കിൽ ഒരു ഫേസ്ബുക്കിൽ ഉണ്ട്, ഫേസ്ബുക്ക് പേജിൽ വന്നിരുന്നോണ്ട് പറയാം, എനിക്ക് ദയനീയതയാണ്, എന്റെ കഷ്ടതയാണ്, പുള്ളി അതിന് പറയുന്നില്ല. മറ്റുള്ളവരും കൈ നീട്ടാൻ ജീവിക്കുക എന്ന് പറയുന്ന അന്തസ്സാ. അത് നമുക്ക് പാടും ദുരിതം പറയാതിരിക്കുന്ന അന്തസ്സാ. അയാൾ എന്റെ അടുത്ത് പ്രൈവറ്റ് ആയിട്ട് എന്റെ അടുത്ത് വന്നിട്ട് മെസ്സേജ് ഇട്ട് അപ്പോഴും എന്റെ അടുത്ത് ചോദിക്കുന്നില്ല. എവിടെങ്കിലും ഏതെങ്കിലും ഈ പറയുന്ന സംഘടനകൾ അരി കൊടുക്കുന്നുണ്ടെങ്കിൽ, അരി കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് പറയണേന്നാ പറയുന്നത്. അത് പറഞ്ഞ അവിടെയാണോ ഞാൻ ചോദിക്കട്ടെ, അതാണ് ഒരു മനുഷ്യന്റെ ബേസിക് നീഡ്. അവിടെ ഈ വന്ന് കിടന്നിട്ട് കനാലിലോ തോട്ടിലോ വന്ന് കിടന്നിട്ട് സംസാരിക്കും. എനിക്ക് അതിനോട് ഒട്ടും യോജിപ്പില്ല. ഞാൻ ആ പിള്ളേർ ഒരു വാക്ക് പോലും മോശം അന്നും പറഞ്ഞിട്ടില്ല, ഇന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അതിൽ ആ പഠിക്കുന്ന അതിലൊരു പയ്യനുണ്ട്, ഇളയ പയ്യൻ പഠിച്ചുകൊണ്ടിരിക്കുക. സോഷ്യൽ മീഡിയയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈപ്പ് കൊടുത്ത് വലുതാവുമ്പോഴത്തേക്കിനും ആ പയ്യൻ തന്നെ ഇന്റർവ്യൂ പറയുന്നത് കേട്ടു, ഇനിയിപ്പോ ഇതൊക്കെ തന്നെ ഉണ്ടല്ലോ വരുമാനം, നാളെ ഇതങ്ങ് പോവും, ആ പഠിത്തം ഇല്ലാതാവും.
ആ കൈത്തൊഴിൽ ഇല്ലാതാവും. നാളെ ഇവരെന്തെങ്കിലും കൊണ്ട് കൊടുക്കുവോ? ആ പയ്യൻ ഇവിടെ നടന്നിട്ട് അവസാനം കൈയും കാലും ഒടിച്ച് കരയുന്ന അപ്പൊ ചോദിക്കും നിനക്ക് എന്താ പറഞ്ഞാൽ അവരങ്ങനെ ജീവിക്കും. എനിക്കത് പറയേണ്ട കാര്യമുണ്ട്. കാര്യം ഞാൻ ഈ പബ്ലിക്കിൽ നിൽക്കുന്ന ഇൻഫ്ലുവൻസർ എന്ന് പലരും എന്റെ തലയിൽ ചാർത്തി തന്ന ഒരാളാണ്. എനിക്ക് പറയണം. കാര്യം ഇവനൊക്കെ കിടന്ന നാളെ കരയുവാണെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹമാണ് അതിന് നാളെ നമുക്ക് സാക്ഷിയാവേണ്ടി വരുന്നത്. അത് എനിക്ക് പറ്റത്തില്ല. എനിക്കത് പറഞ്ഞേ പറ്റത്തുള്ളൂ. കാര്യം അവരെ ഞാൻ എന്റെ മറ്റൊരാളായിട്ടൊന്നും അല്ല കാണുന്നത്. നമ്മുടെ സഹോദരങ്ങളായിട്ട് കാണുമ്പോൾ എനിക്കത് പറഞ്ഞേ പറ്റൂ. കാരണം ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ നിന്നിട്ട് ഇത്രയും ഇപ്പൊ നിങ്ങൾ എന്നെ ഇന്റർവ്യൂവിന് വരെ വിളിച്ചില്ലേ, ഈ പറയുന്ന എനിക്ക് പോലും ചില ദിവസങ്ങളിൽ റീച്ചോ കാര്യങ്ങളോ എത്തിയില്ലെങ്കിൽ എനിക്ക് വേറെ വരുമാന മാർഗം ബിസിനസ് ഉള്ളതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ഇതിൽ നിന്നും നമുക്ക് ഏൺ ചെയ്ത് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴത്തേക്ക് ഈ പിള്ളേരുടെ അവസ്ഥ എന്താ? നാളെ നോക്കിക്കോ എഴുതി വെച്ചോ, ഇവരെ തമ്മിൽ തല്ലിച്ച് ഇവരെ പിരിച്ച് രണ്ടാക്കുന്ന അവസ്ഥ വരും. ഇതെല്ലാവരും നോട്ട് ചെയ്ത് വെച്ചു. ഞാൻ പറയുമ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് നാളെ ഇങ്ങനെ അവര് തമ്മിൽ തല്ലിക്കും, അവര് തമ്മിൽ തല്ലിക്കുന്ന ആളുകൾ തമ്മിൽ തല്ലിക്കും. ഇനിയിപ്പോ കമ്പാരിസൺ വരും. ഇവർക്ക് എല്ലാവർക്കും ഞാൻ ഉദാഹരണം തന്നെ പറയാം. കഴിഞ്ഞ ദിവസം ഇവർക്ക് TV കൊടുക്കും, സൈക്കിൾ കൊടുക്കും. ഇതെല്ലാം എന്തായാലും 2 വീതം എല്ലാവരും കൊടുക്കത്തില്ല. ഇത് വരുമ്പോഴത്തേക്കിനും ഇവർ തമ്മിൽ തന്നെ പ്രശ്നങ്ങൾ വരും. ഇവർ തന്നെ സുഹൃത്തുക്കൾ, നാട്ടുകാർ കാണും. നാട്ടിലുള്ള ചില ആളുകൾ കുത്തിത്തിരിപ്പുണ്ടാക്കാനായിട്ട് കമന്റുകളിൽ തന്നെ കാണും. നീ അവൻ നല്ലോണം ചെയ്യുന്ന പല കമന്റുകളും ഉണ്ട്. ഇവനാണ് കുഴപ്പം, അവനല്ല കുഴപ്പം. ഇതിന്റെ ഇടയിൽ ഭയങ്കരമായിട്ട് ഭവിഷ്യത്ത് വരും. കാര്യം പറഞ്ഞാൽ അവർ ഈ പറയുന്ന സോഷ്യൽ മീഡിയയുടെ ഇതൊന്നും കാര്യങ്ങളും അറിഞ്ഞിട്ടില്ലാതെ വരുന്ന ആളുകൾ അവർ ആ രീതിയിൽ കനാലിൽ കിടന്ന് ആ വീഡിയോ ചെയ്ത് പോയേനെ. അപ്പൊ അതിനേക്ക് കൊണ്ടുവന്നിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ടാണ് അവർ ഒന്നുകൂടി വൈറലായത്. അതും കൂടി വൈറലാകുമ്പോൾ നമ്മൾ ആലോചിക്കണം. ഈ വീഡിയോക്കകത്ത് 2 വീഡിയോ ഞങ്ങൾ പാവങ്ങളാന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യയിൽ ഈ 140 കോടി ജനങ്ങളുണ്ടെങ്കിൽ എല്ലാവരും സമ്പന്നരല്ല. അങ്ങനെ സമ്പന്നരുണ്ടെങ്കിൽ ഈ പറയുന്നതോടെ ചേരികളിൽ മതിൽ കെട്ടി അടക്കേണ്ട അവസ്ഥ ഇന്ത്യയിൽ വരത്തില്ലായിരുന്നു. ഇപ്പോഴും ലൈഫ് പദ്ധതിക്ക് വേണ്ടിയിട്ട് വീടിന് വേണ്ടി അപേക്ഷിച്ചിട്ട് ഇപ്പോഴും കിടക്കുന്ന ആളുകളുണ്ട്. ജപ്തിക്ക് വേണ്ടിയിട്ട് 50,000 രൂപ നമ്മളൊക്കെ ഒരു മാസം ചിലപ്പം കിട്ടുന്ന സാലറി 50,000 ഇല്ലാത്തതുകൊണ്ട് അടയ്ക്കാനില്ലാത്തതും ജപ്തി കിടക്കുന്നവരുണ്ട്. ആരും വന്നിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടുന്നില്ല. ഞങ്ങൾക്ക് വീടില്ലെന്നും പറഞ്ഞ് ആരും ഗതികേട് പറഞ്ഞു വരുന്നില്ല. എന്തുകൊണ്ട്? അതൊക്കെ അന്തസ് അവർ അനുവദിക്കത്തില്ല. നിങ്ങൾ പോവോ? നിങ്ങളുടെ പാടും ദുരിതം പറഞ്ഞു പോവോ? ഞാൻ പോവോ? അതാ പറഞ്ഞത്. അപ്പൊ അവിടെ നമ്മൾ വിൽക്കേണ്ടത് നമ്മുടെ പാടും ദുരിതം അല്ല, അധ്വാനിച്ച് ജീവിച്ചാ കാണിക്കണ്ടേ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, അതിൽ അവര് തിയേറ്ററിൽ പോയിട്ടില്ല, ട്രെയിനിൽ കയറിയിട്ടില്ല, മന്തി കഴിച്ചിട്ടില്ല എന്ന് അവര് പറയുന്നു. പക്ഷെ അവരൊരിക്കലും പറയുന്നില്ല നമുക്കിത് വാങ്ങിത്താന്ന് അവരെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അവര് വീഡിയോ അതായത് ബിരിയാണി നിന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഒരു മീഡിയ ഇവരെ കാണാനായിട്ട് ചെല്ലുമ്പോ കുഴിമന്തി കഴിച്ചിട്ടില്ല, കുഴിമന്തി ഞാൻ ചോദിക്കട്ടെ, അവരങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ഇവരെ വിളിച്ച് ചോദിക്കുവോ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു ഫുഡ് മേടിച്ചോണ്ട് വരുന്നുണ്ട്, ചോദിക്കൂല്ലയോ? സ്വാഭാവികമായിട്ട് ഞങ്ങൾ ബിരിയാണി കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ഇത് കൊണ്ടുവരട്ടെ ചോദിക്കുമ്പോൾ ആ സമയത്ത് പിള്ളേർ അപ്പോൾ പറയത്തില്ല ഞങ്ങൾ ഇത് കഴിച്ചിട്ടില്ലെന്ന്. എന്റെ കണക്കൂട്ടൽ ഓൾറെഡി വിളിച്ച് ചോദിച്ചതാ. അപ്പൊ ഞങ്ങൾ മന്തി കൊണ്ടുവരും, മന്തി ഞങ്ങൾ ഇവരെ കഴിച്ചിട്ടില്ല. മന്തി കഴിച്ചിട്ടില്ലല്ലോ, ഓക്കെ നിങ്ങൾ അവിടെ പറയണേ. ഈ ആദ്യം പറയുന്നത് ഞങ്ങൾ മന്തി എടുത്ത് കാണിക്കുന്ന സമയത്താണ് ഞങ്ങൾ മന്തി കഴിച്ചിട്ടില്ലെന്ന് പറയുന്നത്. അല്ല, ഞങ്ങൾ മന്തി കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞതിന് ശേഷം ഇവർ മേടിച്ചോണ്ട് വന്ന് മന്തി കൊടുക്കുകയാണെങ്കിൽ പറയാം അതൊരു പ്ലാന്റ് അല്ല, കാര്യങ്ങളൊന്നും അല്ല. അത് അപ്പൊ ഇത് മനസ്സിലാക്കി വെച്ചോണ്ട് നമ്മുടെ ഇല്ലായ്മയും ദാരിദ്ര്യം മനസ്സിലാക്കി ഇത് റീച്ച് ആവുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് മനസ്സിലായ കാര്യം തന്നെ അതാ പറഞ്ഞത്. ഇപ്പൊ അതിനുശേഷം പല റിയാക്ഷൻ ചെയ്യുന്ന ആളുകൾ അത് പറഞ്ഞു. അത് പറഞ്ഞ ഉടനെ അടുത്ത പോയിന്റിൽ ആ പയ്യൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മന്തി കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് രണ്ടാമതാണ് പറയുന്നത് ഞാൻ തിയേറ്ററിൽ പോയിട്ടില്ലെന്ന്. പിന്നെ ആ സമയത്താണ് ആങ്കർ പെങ്കുച്ചി ചോദിക്കുന്നത് ഇനി നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ലെന്ന്. അപ്പൊ പറഞ്ഞ ട്രെയിനിൽ കയറിയിട്ടില്ലെന്ന്. ആര് പറഞ്ഞു തിയേറ്ററിൽ പോയില്ലെന്ന് നമ്മുടെ അടുത്ത് ചോദിച്ചോ? എന്തിനാന്ന് പറഞ്ഞേ? ആ തിയേറ്ററിൽ പോയിട്ടില്ലെന്ന് പറഞ്ഞവൻ തന്നെ ബറോസിന്റെ ഒരു സിനിമയുടെ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടല്ലോ, ആ സിനിമ തിയേറ്ററിൽ പോയി കാണണമെന്ന്. അപ്പൊ ഇതിനെ പറ്റിയിട്ടെല്ലാം അറിയാം. ഞാൻ പറഞ്ഞില്ലേ, ഒരു മനുഷ്യന് ഒരു 150 രൂപ കൊടുത്ത് മന്തി മേടിച്ച് കഴിച്ചില്ല എന്ന് പറയുന്നത് ഈ വന്ന കാലത്ത് അവന്റെ ദാരിദ്ര്യം പറച്ചില്ല തന്നെ. 500 രൂപയോ 1000 രൂപയോ ഈ ബർത്ത്ഡേ വിഷു മേടിക്കുന്ന അവർക്ക് കഴിക്കാൻ പറ്റാത്തോണ്ടല്ല. അതിനപ്പുറത്തേക്ക് അവൻ ഞങ്ങൾക്ക് 3 നേരത്തേക്കുള്ള അരി കിട്ടുന്നില്ല, ഞങ്ങളുടെ കുടുംബം ഇതുപോലെ ഞങ്ങൾക്ക് ലൈഫ് പദ്ധതിയിൽ നിന്ന് വീട് തരുന്നില്ല, ഇല്ലെന്നുണ്ടെ ഞങ്ങളുടെ വീട് ചോർന്ന് വിളിക്കുന്നു, ഗവൺമെന്റ് ഞങ്ങളെ പരിഗണിക്കുന്നില്ല, ഞങ്ങളുടെ റേഷൻ കാർഡിൽ നിന്നുള്ള സാധനം തരുന്നില്ലെന്ന് പറഞ്ഞാൽ അതൊരു ബേസിക് നീഡാ. ഇത് അവര് പറഞ്ഞതോ പറഞ്ഞു പോയി, അവർ കൊണ്ടുതരാനും പറഞ്ഞില്ല, അവർ പറഞ്ഞു കൊണ്ടുതരാനും. പക്ഷെ അതിനെ പിന്നീട് പാവങ്ങൾ അങ്ങനെ ഇങ്ങനെ പറയുന്ന കാര്യമൊന്നുമില്ല. അങ്ങനെ പറയുന്ന ഒരുപാട് പേര്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു വീട്ടിൽ പോയി, ഉള്ളില് അവർ ചേച്ചി എനിക്ക് മെസ്സേജ് അയക്കും, അവിടെ ചെന്നപ്പോൾ ഇവിടെ ഇങ്ങോട്ട് പൊള്ളി കരിഞ്ഞ് ഇവർക്ക് ഉടുപ്പിടാൻ പോലും പറ്റത്തില്ല. ഇവിടെ ഇങ്ങനെ കഴുത്തിന്റെ ഉടുത്ത് ഇങ്ങനെ ഒരുമാതിരി പഴുത്തു ആ അവസ്ഥ ഒന്ന് കാണാൻ പറയുമ്പോഴേ നമുക്ക് കണ്ണു നിറയും. ആ വീട്ടിൽ അവർ മാത്രം താമസിക്കുന്നത്, ഭർത്താവ് ആ വീട്ടിലോട്ട് ചെല്ലത്തില്ല. ഇവരിങ്ങനെ അവർ വേണ്ട, ആരെങ്കിലും എന്തെങ്കിലും കൊണ്ട് കൊടുക്കുക, അടച്ച് ഒരു കാട് പോലെ വീട്ടിൽ ഇറങ്ങി ചെല്ലണം. ഇവരെന്നെ കുറച്ച് നാളായിട്ട് വിളിക്കും. ഞാൻ വിചാരിച്ചു എന്തോ മാനസിക അസുഖമുള്ളതാണെന്ന്. അവിടെ ചെന്നപ്പോഴാണ് ഇത്രയും ഭയാനകമായ അവസ്ഥയാണെന്ന് അറിയുന്നത്. ഞാൻ അതിൽ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി വരുന്നപ്പോഴും അപ്പുറത്തൊരു വീട് ഇവർ താഴെ എങ്ങനെ കൊല്ലത്ത് ഒരു ഭാഗത്താണ്, അപ്പുറത്തൊരു വീട്ടിലൂടെ കയറി വേണം പോകാൻ. ആ വീട്ടിലൊരു ചേട്ടൻ ഇറങ്ങി വെളിയിലേക്ക് വരും, മോനെ ആരാന്ന് ചോദിച്ചു. ചേട്ടന്റെ കണ്ണ് കാണത്തില്ല, ആ ചേട്ടന്റെ കണ്ണ് കാണത്തില്ല. ആ ചേട്ടന്റെ ഭാര്യ, ആ ചേട്ടൻ എൻ്റെ അടുത്ത് പറയും എൻ്റെ ഭാര്യ എത്തുണ്ട്, ആ ഭാര്യയ്ക്ക് ക്യാൻസർ. അത്രത്തോളം പാടും ദുരിതം ബുദ്ധിമുട്ടുള്ള ആൾ. ഇവർ എവിടെങ്കിലും വന്നിട്ട് പാടും ദുരിതം പറഞ്ഞിട്ട് എന്താ ഈ വന്ന കാലത്ത് അവർക്കൊക്കെ ഒരു വീഡിയോ എടുത്തിടാൻ പറ്റാത്ത ആളുകളാണ്, അവർക്ക് മക്കളുള്ളതാ. അങ്ങനെ ഒരുപാട് പേര് വീഡിയോ ഇടുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ അങ്ങനല്ല വിൽക്കേണ്ടത്. ആരോഗ്യ ദൃഢഗാത്രരായിട്ടുള്ള ആളുകൾ നമുക്ക് പറഞ്ഞില്ലേ, കലാഭമണി ചേട്ടനാണെങ്കിലും IM വിജയനാണെങ്കിലും അവർക്കും ബുദ്ധിമുട്ടിൽ നിന്ന് വന്നവരാ. പക്ഷെ അവരവിടെ വിൽക്കാൻ ശ്രമിച്ചത് അവിടെ പാടും ദുരിതം അല്ല, അവിടെ നാടൻ പാട്ടുകളും
അവരുടെ കലയും അവരുടെ സ്പോർട്സുമാണ് വിൽക്കാൻ ശ്രമിച്ചത്. അങ്ങനെ എന്തെങ്കിലും കൊണ്ട് വിൽക്കട്ടെ, അങ്ങനെ വിറ്റിട്ടവർ പറയട്ടെ ഞങ്ങൾ ഇവിടെ എത്തിയതിന്റെ പിന്നിൽ ഞങ്ങൾക്ക് കഷ്ടപ്പെടണമെന്ന് പറയട്ടെ. പക്ഷെ ആ വീഡിയോ ചെയ്തിട്ട് അതിൽ ഏറ്റവും വലിയ ഒരു സങ്കടമായിട്ട് ഇക്കൊക്കെ തോന്നിയത്, സങ്കടമല്ല ഒരു വിഷമം തോന്നിയത്, ഒരുപാട് യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സും ഇക്കയുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ളവർ പോലും നെഗറ്റീവ് വന്ന് റിയാക്ഷൻ ആയിട്ട് ഇട്ടു, പുരകത്തുമ്പോൾ വാഴ വെട്ടുന്നത്. അതെ 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 അത് എനിക്ക് എന്ന് പറഞ്ഞാൽ പലരിലും അതിൽ പല ആളുകളെയും അവർക്ക് ഹെൽപ്പിന്റെ ഭാഗമായിട്ട് ഞാൻ അവരുടെ സ്ഥലത്തേക്ക് പോയിട്ടുള്ളവരാ. അപ്പൊ ഞാൻ ആലോചിക്കുന്നു പറഞ്ഞാൽ അവർക്കെന്ന് പറഞ്ഞാൽ കിട്ടിയ സമയത്ത് ഊക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത്, എന്റെ മനസ്സാക്ഷി സംബന്ധിച്ചിടത്തോളം ഒരാൾ വിഷയം ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരെ ആദ്യം വിളിക്കുന്നത്. എന്നെ സായി സീക്രട്ട് ഏജന്റ് എന്നെ വിളിച്ചു, ഞാൻ വേറെ തന്നെ പറയുക എനിക്ക് നിന്റെ വീഡിയോ എടുത്ത് ചെയ്യാൻ പോകും. അപ്പം ശ്രീകേട്ടൻ്റെ ഞാൻ അങ്ങോട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ എന്നെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടാൻ നിൽക്കല്ലേ, കാരണം നീയും കൂടെ ഏറി പോകുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കല്ലേ, നീ നിന്റെ അഭിപ്രായം പറയാൻ പറഞ്ഞു. അവൻ അന്തസ് കാണിച്ചു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിളിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല അവന് വീഡിയോ ഇടാൻ. അങ്ങനെ എത്രയോ വരും എന്നെ വിളിച്ച് പറയണമെന്നൊന്നുമല്ല, അവരൊക്കെ ഫ്രണ്ട് ലിസ്റ്റിൽ ഉള്ളവരാണ്, എന്നെ വിളിച്ച് പറയണമെന്നൊന്നുമല്ല. പക്ഷേ ആദ്യം നമുക്ക് ഒരു കുറച്ചെങ്കിലും കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ആദ്യം എന്താ തോന്നുന്നത്, ആദ്യം ഈ നമുക്ക്, അതായത് എനിക്ക് ഈ പിള്ളേരെ പരിചയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീഡിയോ ഇടാൻ നിൽക്കത്തില്ല. ഒന്നെങ്കിൽ വിളിച്ചിട്ട് മക്കളെ നീ പറഞ്ഞ് നിങ്ങളെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഈ ഒരു അവസ്ഥയെ അവർ യൂട്ടിലൈസ് ചെയ്യുന്ന ആളുകളെന്ന് ഞാൻ പറഞ്ഞേനെ. മെസ്സേജ് അയക്കാൻ എനിക്ക് അവരെ അറിയത്തില്ല, പരിചയമില്ലാത്ത ആൾക്ക് ഞാൻ അങ്ങനെ മെസ്സേജ് അയക്കും. പക്ഷെ ഈ ഇട്ട പലരും എന്നെ അറിയാവുന്നവരാ, എന്റെ വിളിച്ചിട്ട് ഒരു വാക്ക് പറയാം നീ ചെയ്ത ചെറ്റത്തരവാ, അത് ഇനി നീ ഞാൻ പറയാം. അപ്പൊ എനിക്ക് വേണമെങ്കിൽ അവരോട് കൺഫ്യൂസ് ചെയ്യാം, എടാ എന്റെ ഇങ്ങനെ നീ എന്നെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള അവകാശം അവർക്കുണ്ട്. അതിനപ്പുറത്തേക്ക് വന്നിട്ട് ഒറ്റയടിക്ക് വീഡിയോ ഇടുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ അപ്പൊ അവർ അതുകൂടെ പറയണം, ഇന്ന സമയത്ത് ഞങ്ങൾ വിളിച്ചപ്പോൾ അവൻ വന്നതാ, അതുകൂടെ പറഞ്ഞ ഓക്കെയാ. ഞാൻ കേരളം മുഴുവൻ നടന്നിട്ട് 1600 കിലോമീറ്റർ നടന്നിട്ട് ഓരോ ചെടി വെച്ചു, റിയാക്ഷൻ ചെയ്തില്ല. അതിനുശേഷം ഞാൻ റിയാക്ഷൻ ചെയ്തൊരു വീഡിയോ ഇട്ടു, കുറച്ച് പേർക്ക് ഫുഡ് കൊണ്ട് കൊടുത്തു, ആരും റിയാക്ഷൻ ചെയ്ത് ഞാൻ കാണുന്നില്ല. കേരളത്തിൽ കപ്പിൾ സ്വാപ്പിങ്ങിന്റെ വലിയ ഭാര്യമാരെ കൈമാറുന്ന ഒരു വിഷയം, 5 പേരെ അറസ്റ്റ് ചെയ്തു. അത് ശരിക്കും പറഞ്ഞാൽ മറുനാടൻ മലയാളിയല്ലേ? തീർച്ചയായിട്ടും മറുനാടൻ മലയാളി ഒരു വീഡിയോ ഇട്ടു, അതിന് മാത്രം എന്റെ പേര് പറഞ്ഞു. അതെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ മറുനാടൻ മലയാളി എനിക്ക് ചില വിഷയങ്ങൾ എനിക്ക് യോജിപ്പില്ല എങ്കിൽ പോലും ആ ഒരു വിഷയത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അദ്ദേഹം എന്റെ പേര് പറഞ്ഞു. ആരും പറഞ്ഞില്ല, ഇന്നീ കാണുന്ന റിയാക്ഷൻ ചെയ്യുന്നവരൊന്നും അന്നില്ല. അത് വന്നതിന് ശേഷം അന്ന് അവര് ഇല്ല, ഓക്കെ പോട്ടെ. പക്ഷെ ഇന്നിപ്പോ റിയാക്ഷൻ ചെയ്യുന്നവരുള്ള കാലഘട്ടത്തിലാണ് ഞാൻ ഈ പറയുന്ന പരിപാടികൾ ചെയ്തിട്ടുള്ളത്. കൊറോണയ്ക്ക് ഞാൻ പറയുന്ന പോലെ കൊറോണയ്ക്ക് പത്തനംതിട്ട കൊട്ടാരക്കരയില് ട്രാൻസ്ജെൻഡേഴ്സ് രാത്രി നിൽക്കുവാണ്. എന്നെ ആരോ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ ചെല്ലുകയാണ്. ട്രാൻസ്ജെൻഡേഴ്സ് റോഡിൽ ഇറങ്ങി നിൽക്കുക, കൈ നീട്ടിക്കൊണ്ട്. ഞാൻ അവർക്ക് ആഹാര സാധനം കൊടുക്കാമെന്ന് പറഞ്ഞ് അവിടെ ചെന്ന സമയത്ത് കിറ്റിൽ സാധനം ഉണ്ട്, അരി സാധനം ഉണ്ട്. ഞാനും എന്റെ ക്യാമറാമാൻ ജിത്തുലോഷൻ സന്തോഷ് സഹചാരി, എന്റെ കാര്യങ്ങളിൽ അവനറിയാം, ഞങ്ങൾ ഒരുമിച്ചാ പോകുന്നത്. അവൻ എന്നെ വിളിച്ചിട്ട് ചേട്ടാ ഇങ്ങനെ പോകാന്ന് പറഞ്ഞ് നമ്മൾ പോയി അവിടെ ചെല്ലുമ്പോൾ 3-4 കൂട്ടം ആളുകൾ നമ്മളെ കണ്ടവർ പേടിച്ച് ഓടി മാറുക. കാര്യം എന്താ അറിയോ, കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് ആളുകൾ വന്നിട്ട് അടി കൊടുക്കും. അവർക്ക് റോഡിൽ കൂടെ വന്നിങ്ങനെ വാന്ന് പറഞ്ഞാൽ അടുത്ത് നിർത്തിട്ട് അടി കൊടുക്കും, തുണി വലിച്ചു കയറി വിടും. എന്നിട്ട് പറയുന്നത് പറഞ്ഞ് ഇവർ കയറി പിടിക്കാൻ ശ്രമിച്ചത്. എല്ലാ ട്രാൻസ്ജെൻഡേഴ്സും നല്ലതെന്നല്ല പറയുന്നത്, പക്ഷെ അവിടെ ഉള്ള ആളുകൾ അവർ നല്ലതായിരുന്നു. ഇപ്പോഴും നല്ലതും ചീത്തയുണ്ട്. അവരെന്നിട്ട് എന്റെ അടുത്ത് ചോദിക്കുന്നത് എന്താണെന്നറിയോ, ഇപ്പൊ ഞങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും തരുമോന്നാ അവർ ചോദിക്കുന്നത്. അരിയും സാധനവും അത് അവർക്ക് വേണം. അതിനപ്പുറത്തേക്ക് അതായത് തിന്നാൻ അപ്പൊ പോലും ആഹാരം എന്തെങ്കിലും ബന്ധത് തിന്നാനില്ലാത്ത ഗതികെട്ട ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിനൊന്നും എന്നെ ആരും കണ്ടില്ല, അതിനൊന്നും എന്നെ ആരും അപ്രിഷിയേറ്റ് ചെയ്യത്തില്ല. നെഗറ്റീവ് മതി. കാര്യം പറഞ്ഞാൽ അത് എന്നെ അപ്രിഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റീച്ച് ആവത്തില്ല. പക്ഷെ ഞാൻ കുറച്ച് നന്മയൊക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ട് എന്റെ നെഗറ്റിവിറ്റി, ഇന്ന് നന്മയിന്ന് ആരുണ്ട് അവരുടെ നെഗറ്റിവിറ്റി നോക്കട്ടെ വലിച്ചു കീറും. മീഡിയാസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ ഞാൻ ഡെബ്സിയുടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ കണ്ടായിരുന്നു ഇൻസ്റ്റയിൽ. അപ്പോൾ ഡെബ്സി എയറിലായിരുന്നല്ലോ ഒരു നാൾ, എല്ലാവരും പൊക്കി പിടിച്ച് മുകളിലോട്ട് കൊണ്ടുപോയ ഡെബ്സി അങ്ങനെ തന്നെ താഴെ ഇട്ടു. അപ്പൊ അന്നേരം ഒന്നും എന്താ ഡെബ്സിക്ക് അനുകൂലമായിട്ട് നിൽക്കാൻ? അതെ, ഡബ്സിയുടെ വീഡിയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഒന്നാമതെന്ന് പറഞ്ഞാൽ ഡബ്സി ഇവിടെ ചില പാട്ടുകൾ എനിക്ക് ഇഷ്ടമുള്ള ഉണ്ടാന്നുള്ളതല്ല, ഡബ്സിയായിട്ട് ഭയങ്കര അടുപ്പമുള്ള ഒരാളാണ്. എപ്പോഴും ഞങ്ങൾ എന്നും വിളിക്കാറുള്ള ആളുകളാണ്. പക്ഷെ എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ഡബ്സി അത്രയും നല്ലൊരു ഗായകനായിട്ട് എന്തായാലും എല്ലാത്തിലും ഡബ്സിയാണ് അങ്ങനെ ഒരു റാപ്പിന് ഒരു ഓളം ഉണ്ടാക്കിയത്. പക്ഷെ എന്നിട്ട് എന്തുകൊണ്ടാണ് ഒരിക്കൽ പോലും അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് ഒരു വീഡിയോ ഇടാഞ്ഞത്? മടികൊണ്ടാ ഇടാഞ്ഞത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രോഗ്രാം കാണാൻ വരുന്നവര് അദ്ദേഹത്തിന്റെ ഇതിനു മുമ്പുള്ള പ്രോഗ്രാം കണ്ട് അദ്ദേഹം എങ്ങനെയാന്ന് അറിഞ്ഞിട്ടല്ലേ വരുന്നത്. യേശുദാസിനെയോ MG ശ്രീകുമാറിനെയോ ചിത്ര ചേച്ചിയോ ഒക്കെ അവരെ കാണാൻ വരുന്നവർക്ക് അവർക്കറിയാം സ്റ്റൈൽ എങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ പ്രോഗ്രാം കാശ് കൊടുത്ത് കാണാൻ വരുന്നവർക്ക് അറിയാം അദ്ദേഹം എങ്ങനെയാണ് സ്റ്റൈൽ എന്ന്. അവിടെ വന്നാണ് അദ്ദേഹം ആ കാശ് കൊടുത്ത് വരുന്ന സ്റ്റേജിലാണ് അദ്ദേഹം പരിപാടി കാണിക്കുന്നത്. അവിടെ നമ്മളെന്ന് കുറിച്ചിട്ട് കാര്യം ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹം വെറുതെ ചുണ്ടനക്കുവാണ് പാടുന്നത്. അതിന്റെ സ്റ്റൈൽ അങ്ങനെ അല്ല, അങ്ങനെയല്ല എല്ലാ റാപ്പർമാരും അങ്ങനെയല്ല. എല്ലാ റാപ്പർമാരും അതാണ് അതിന്റെ സ്റ്റൈൽ. അദ്ദേഹത്തിന്റെ സ്റ്റൈൽ അറിയാലോ, അവര് തന്നെ പറയുന്നുണ്ടല്ലോ. അതിന് എന്തോ ഒരു പേരും പറയും. പുറത്തുള്ള പോപ്പ് സിംഗേഴ്സിൽ അങ്ങനെ, അതായത് വോക്കല് ജസ്റ്റ് ഒരു മൈന്യൂട്ടായിട്ട് ഇട്ടിട്ട് ഒരു പാടത്തേ ഉള്ളൂ. പക്ഷെ ജനങ്ങളെ പറ്റിക്കുന്നതല്ലേ? അല്ല, അത് അറിഞ്ഞിട്ട് പോകണം കൊണ്ട്. അത് അറിഞ്ഞിട്ട് പോകണം. സാധാരണക്കാർ ഇതിന് കാശ് കൊടുത്ത് പോകുന്നവർക്ക് അറിയത്തില്ല. ഡബ്സിയുടെ പ്രോഗ്രാം കാണാൻ പോകുന്നവർ എന്തൊക്കെയാണെങ്കിലും ശാസ്ത്രീയ സംഗീതം കേൾക്കാൻ പോകുന്നവരല്ലോ. ഇത് ഈ അറിയാലോ, ബിൻഷയ്ക്ക് അറിയത്തില്ലേ? പക്ഷെ ആര്യയൊക്കെ ഇല്ല, ബഡായി ബംഗ്ലാവിൽ ഉണ്ടായിരുന്ന
ആര്യ ബഡായി ഒക്കെ അന്ന് ഡബ്സിക്കെതിരെ രൂക്ഷമായിട്ട് പറഞ്ഞില്ല അല്ല ഇത് ആൾക്കാരെ പറ്റിക്കരുതെന്ന്. അയ്യോ അത് ആൾക്കാരെ പറ്റിക്കലല്ല, അവര് ഇന്റർവ്യൂസിൽ വരെ പറയുന്നുണ്ടല്ലോ. അതിനുശേഷം അതിന് മുമ്പ് ഇന്റർവ്യൂസിൽ വരെ പറഞ്ഞിട്ടുണ്ടല്ലോ, ലാലിസത്തിൽ ലാലേട്ടൻ എന്താ ചെയ്തത്? ലാലേട്ടൻ ബാക്കി മ്യൂസിക് ഇട്ടുകൊണ്ട് പാടിയില്ലേ? അത് പോപ്പ് ഒരു സംഗീതത്തിന്റെ ഇല്ലെങ്കിൽ ഹോളിവുഡിലൊക്കെ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെ. മൈക്കിൾ ജാക്സന്റെ അങ്ങനെയല്ലായിരുന്നു. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ കേരളത്തില് ആരെങ്കിലും അത് അംഗീകരിക്കുമോ? അത് അംഗീകരിക്കുന്നവരും അവരുടെ പ്രോഗ്രാം കാണാൻ പോയാൽ മതിയെന്നേ. പക്ഷെ നമ്മള് എന്നാ പിന്നെ വെറുതെ ഒരു പാട്ട് ഇത് ഗാനമേള play അല്ലല്ലോ. ചെയ്താൽ മതിയല്ലോ. അല്ല ഇത് അങ്ങനല്ല, അതിന്റെ റിതം സൗണ്ട് കുറച്ചിടും. ഇവർക്ക് ഈ പാട്ടിന് എനർജി വേണം. ആളുകൾ വരുന്നത് ആർത്ത് ഉല്ലസിക്കാനാ. നമ്മൾ എവിടെങ്കിലും ദാസേട്ടന്റെ ഒരു സംഗീത കച്ചേരിക്ക് ആളുകൾ ചാടി തുള്ളുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഈ പ്രോഗ്രാമിൽ ആർത്ത് ഉല്ലസിയും അടിച്ചു പൊളിച്ചും പുറത്തിറങ്ങാനും മൈക്കിട്ട് കറക്കാനും ഒക്കെയാ വരുന്നത്. പക്ഷെ മണിച്ചേട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റാ പാടിയിട്ടുള്ളത്. അദ്ദേഹത്തിന് ആ ഓറ ഉണ്ടായിരുന്നു, അവർ പവർ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ഇവര് വരുമ്പോഴത്തേക്കിനും അവർക്ക് കൂടെ ഇത് വേണം എന്നുള്ളത് അത് അവർക്ക് പബ്ലിക്കലി പറയുന്നുണ്ട്. പറയാതെ വന്ന് ചെയ്യുവാണെങ്കിൽ കള്ളവാ. ഇല്ല, ആരും പറയാറില്ലത്. അല്ല അങ്ങനെയാണ്, പറയാറില്ലെന്നല്ല, അതാണ് ഇപ്പൊ അറിയത്തില്ല, വിൻഷയ്ക്ക് അറിയത്തില്ലേ? അല്ല പക്ഷെ എന്നാലും അത് പറയണോ? ആരെങ്കിലും അംഗീകരിക്കാൻ നമുക്കത് ബുദ്ധിമുട്ടുണ്ട്. അല്ല അതെനിക്ക് അതിനല്ലല്ലോ ഒരു ഷോ വെക്കുന്നത്. അല്ല അങ്ങനെയാണ് അവര് അതിന്റെ സംഘാടകർ സംഘടിപ്പിക്കുന്നത്, അങ്ങനെ തന്നെയാണ്. ഇല്ലെങ്കിൽ സംഘാടകർ കാശ് കൊടുക്കുമോ പോകും? പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ തെറി പറയുന്നത്? അത് ആളുകൾക്ക് അത് മനസ്സിലാവില്ല. ഇത് കാണാത്തവരാ. അല്ല ഇനി ഡബ്സിയെ ഞാൻ നാളെ കാണുന്നുണ്ട്. അപ്പൊ അല്ല എന്നിട്ട് ഡബ്സി അതിനെ കുറിച്ചൊക്കെ സംസാരിച്ചായിരുന്നോ? അല്ല ഞങ്ങൾ എപ്പോഴും അതിനെ കുറിച്ചൊന്നും സംസാരിച്ചില്ല. ഇങ്ങനെ വന്ന് ഡബ്സി എയറിൽ കയറിയപ്പോ ഒന്നും അതിനെ കുറിച്ച് സംസാരിച്ചില്ലേ നിങ്ങള്? ഞങ്ങൾ അങ്ങനെ ഒന്നും, ഞങ്ങൾ എപ്പോഴും ഭയങ്കര സ്നേഹത്തിലാണ്. കഴിഞ്ഞ ദിവസങ്ങളെ എന്റെ ഇതിനെ കുറിച്ച് സംസാരിച്ചപ്പോ പെരുന്നാളിന് ഇനി വീട്ടിൽ വരുമ്പോഴത്തേക്കും ഉന്നക്കായൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഡബ്സിക്ക് ഒന്നും അറിയത്തില്ല. ഡബ്സിക്കൊന്നും ഇതന്നെ ഒന്നും വരില്ലല്ലോ അല്ലേ. ഈ ഡബ്സി സിനിമയിൽ പാടിയത് അങ്ങനെ പോക്കലിട്ടെന്നോ? അതല്ല, ഞാൻ സപ്പോർട്ട് ചെയ്ത് പറയുമല്ല. പക്ഷെ ഈ വിഷയം എനിക്ക് അറിയാവുന്നതുകൊണ്ട് എനിക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല. കാര്യം അതാ ഇപ്പൊ ബിൻഷയ്ക്ക് അറിയത്തില്ലേ? ബിൻഷ ഇനി ആ പ്രോഗ്രാമിന് പോവുകയാണെങ്കിൽ ഇത് അറിഞ്ഞോണ്ടല്ലേ പോത്തുള്ളൂ. പക്ഷെ നമ്മളത് പൂർണ്ണമായി എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. അല്ല അങ്ങനെയാണ് അവരുടെ പരിപാടി. അത് അങ്ങനെയാണ്. ഹോളിവുഡിലും അങ്ങനെയാണ്. ഹോളിവുഡിലും ഇങ്ങനെ പോപ്പ്, എനിക്കത് മൈക്കിൾ ജാക്സൺ പോലും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. ഇവർ കൂടെ പാടുക ചെയ്യുന്നത്. അത് ഇത് ഇവരെന്ന് പറഞ്ഞ ഒരു വൈബ് ഉണ്ടാക്കുക എന്നുള്ളത്. അതെന്തൊരു കൺസെപ്റ്റ് എന്നല്ലേ പറയുന്നത്. ആ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര അന്ന് ആർത്തുല്ലസിക്കുക. അപ്പൊ അവിടെ പാടി കേൾക്കുന്നതിലുപരി അവര് തന്നെ പാടി വെച്ച പാട്ട് അവരെടുത്ത് റീക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഗാനമേള വെക്കുന്നതല്ലേ. ഗാനമേള ഉള്ളവരാണ് ഏറ്റവും കഴിവുള്ളവര്. പാടുക. പക്ഷെ ഇന്നത്തെ യൂത്തിലേക്ക് വരുമ്പോഴത്തേനും ഒത്തിരി മാറ്റങ്ങൾ വന്നില്ലേ. പണ്ടെന്ന് പറഞ്ഞാൽ കള്ളു കുടിച്ചോണ്ടിരുന്ന MDMA-യിലേക്ക് മാറിയില്ലേ. അങ്ങനെയുള്ളവർ കാണാൻ പോകരുത്. അതെ അത്രേ ഉള്ളൂ. പക്ഷെ എന്നിട്ടും ടിക്കറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഇനി ഒരു പ്രോഗ്രാമിലും അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് ആളുകൾ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ അറിഞ്ഞിട്ടാ ചെല്ലുന്നത്. പക്ഷെ അത് ആലോചിച്ച് നോക്കണം, ഇങ്ങനത്തെ പ്രോഗ്രാം കണ്ടവരല്ലല്ലോ കമന്റ് ഇടുന്നത്. ആരാ കമന്റ് ഇടുന്നത് അറിയോ? കുറെ പേര് ഫേസ്ബുക്കിൽ അവിടെ ഇരുന്നുകൊണ്ട് എന്തോ ഈ കാണിക്കുന്നതിന്റെ വായനക്കോ ഇല്ലയോ മറ്റാനൊക്കെ ഇവര് പോയവരല്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് തോന്നിയിട്ടുള്ളത് ആ പ്രോഗ്രാമിനൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഭയങ്കര വൈബായിരിക്കും, ഒരു ഓറയും ഡാൻസും ഒക്കെ ആയിരിക്കും, ഒരു ഫീൽ ആയിരിക്കും. അതിനായിരിക്കും ആളുകൾ പോകുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം എന്റെ സിസ്റ്ററിന്റെ കോളേജിലൊക്കെ വന്നിട്ട് കുറെ ഈ റാപ്പേഴ്സ് ഒക്കെ വന്ന് അവർ പാട്ടൊക്കെ പാടി. പക്ഷെ അവര് പറയുന്ന പറഞ്ഞാൽ ഭയങ്കര എൻജോയ്മെന്റാ. ഇറങ്ങി വരുന്നു, ഡാൻസ് കളിക്കുന്നു. അവർ ആ സമയത്ത് അവർ മുഴുകുക ചെയ്യുന്നത്. പക്ഷെ സംഗീതം ആസ്വദിക്കാൻ പോകുന്നെങ്കിൽ ഇതൊന്നും സംഗീതമൊന്നും ഈ വന്ന കാലത്ത് പഴയ നമ്മുടെ രവീന്ദ്രൻ മാഷും അതുപോലെ തന്നെ ദക്ഷിണാമൂർത്തി സാറൊക്കെ ചെയ്തു വെച്ചതെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ സംഗീതം ഭയങ്കര. അത് അവര് ദാസ് സാറും അതുപോലെ തന്നെ യതനന്ദൻ സാറും അതേപോലെ തന്നെ MG സാറും അവര് ചെയ്തു വെച്ചെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ലെവലാ. അത് നമുക്ക് അത് സംഗീതമായിട്ട് തന്നെ കേൾക്കണം. ഇതെനിക്ക് തോന്നുന്നു എൻജോയ്മെന്റും ഭയങ്കര അതാണ്. കാലം മാറുമ്പോൾ നമ്മൾ മാറണം. അവര് പൊക്കിയതൊക്കെ ഇന്ന് പൊക്കാൻ ഡബ്സിക്ക് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാര്യം അവര് പൊക്കിയ ആ പാട്ടുകൾ, ദാസേട്ടൻ പാടിയ ആ പാട്ടുകളൊക്കെ മലബാറീസേ പറ്റും. അതാ പറഞ്ഞ അത് വേറെ ലെവൽ. അങ്ങനെ കാണുക, ഡബ്സിയുടെ പാട്ടിന് അങ്ങനെ കാണുക, ദാസേട്ടന്റെ പാട്ടിന് അങ്ങനെ കാണുക. നമുക്ക് എനിക്കിപ്പോഴും ഇഷ്ടപ്പെട്ടൊരു റാപ്പർ ആരാ? അങ്ങനെ ഞാനൊരെണ്ണം ശ്രമിക്കുന്നുണ്ട്, വരും ഉടനെ. ഞാനൊരെണ്ണം ഇറക്കിയിട്ടുണ്ട്, ഉടനെ വരും. ശരിക്കും അത് റാപ്പെന്നല്ല, എന്റെ മനസ്സിൽ തോന്നിയൊരു വരികളാണ്. എല്ലാരും ഇപ്പൊ റാപ്പർമാരാവും. റാപ്പൊന്നുമല്ല, എന്റെ മനസ്സിൽ തോന്നിയത്. അത് ചെറിയൊരു സംഗീതം പോലെ ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് ഇറക്കണം. പാടുന്നുണ്ടോ? വേണം ഞാൻ ചെറുതായിട്ട്. മുല മറയ്ക്കാൻ കൊതിച്ചൊരു കാലത്ത് മുല മുറിച്ചൊരു നങ്ങേലി ചാരത്ത് കരം പിരിക്കാൻ നമ്പൂരി വന്നപ്പോ വരിയുടച്ചൊരു പെണ്ണിന്റെ നാട്ടില്. ബാക്കി ഞാൻ ഇറക്കുമ്പോ കണ്ടാ. അത് നല്ല വെറൈറ്റി ആയിട്ടുണ്ടല്ലോ. അതെനിക്ക് പറയാൻ ഉണ്ടായ വരികളാ.